എനിക്ക് അഭിനയിക്കാറില്ല, അറിയാം. കിട്ടിയ സ്ഥലത്ത് വന്നിട്ടുണ്ട് ഗൈസ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളും ഞെട്ടും ഞങ്ങളും ഞെട്ടും. കർണാടകക്കാർ കൂട്ടിട്ടടിക്കും, അല്ലെങ്കിൽ സാധനം കണ്ടിട്ട് നമ്മൾ തിരിച്ചു വരും. വീഡിയോന്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞെട്ടെന്ന് പറഞ്ഞത് നിങ്ങൾ വിചാരിക്കും ഒരു തള്ളാന്ന്. പക്ഷെ ഞങ്ങൾ ശരിക്കും ഒന്ന് ഞെട്ടി. അത് നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുമ്പോൾ മനസ്സിലാവും. കാണാൻ വേണ്ടി പറയുന്നൊന്നും അല്ല കേട്ടോ, നല്ലൊരു പണി കിട്ടി. അങ്ങനെ ഇൻസ്റ്റയിൽ ട്രെൻഡായി നിൽക്കുന്ന കബനി ബാക്ക് വാട്ടേഴ്സ് ആണ് ഞങ്ങളും പോയി. ഗൂഗിൾ മാപ്പ് നമ്മളെ ചാമ്പും, കാരണം അത് ഒരുപാട് ദൂരം അപ്പുറത്തുള്ള കബനി ബാക്ക് വാട്ടേഴ്സിന്റെ വേറൊരു ഭാഗമാണ് കാണിക്കുന്നത്. നമ്മൾ ബാവലി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ ഉടനെ റൈറ്റിലോട്ടുള്ള വഴി കയറി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. അങ്ങനെ ഒരു ഇൻസ്റ്റാ വീഡിയോ ഒക്കെ ഞങ്ങൾ കണ്ടു. പക്ഷെ 2-3 ചെക്ക് പോസ്റ്റ് കഴിഞ്ഞതുകൊണ്ട് ഏത് ചെക്ക് പോസ്റ്റിനായിരുന്നു വളയേണ്ടതെന്നറിയാതെ ഞങ്ങൾ വഴിതെറ്റി കുറേ ദൂരം മുന്നോട്ട് പോവുകയും ചെയ്തു. പോണ വഴിക്ക് ഇങ്ങനത്തെ കുറേ ലേക്കുകൾ പോലത്തെ സ്ഥലങ്ങൾ കാണായിരുന്നു കേട്ടോ കാട്ടില്. ഇങ്ങനത്തെ സ്ഥലങ്ങളും അടിപൊളി ഏർമാടങ്ങളും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അതൊന്നും കണ്ടില്ല, കാരണം ഞങ്ങളുടെ ലക്ഷ്യം അതായിരുന്നില്ലല്ലോ. തിരിച്ചു വരുമ്പോൾ ഇതെല്ലാം കാണാമെന്ന് പറഞ്ഞിട്ട് അപ്പുമ്മ നേരെ വിട്ടു. അങ്ങനെ ഇതൊന്നും കാണാതെ ഞങ്ങൾ ആ ഒരു സ്ഥലം മാത്രം ലക്ഷ്യം വെച്ചുള്ള പോക്കായതുകൊണ്ട് വേറെ ഒന്നും ശ്രദ്ധിച്ചില്ല. പോണ വഴിക്ക് ആനേനൊക്കെ കണ്ടു കേട്ടോ. ഈ ചെക്ക് പോസ്റ്റിന്റെ അവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞാലാണ് നമ്മൾ ഈ പറഞ്ഞ സ്ഥലം എത്തുക. പക്ഷേ നല്ലവനായ ഗൂഗിൾ മാപ്പ് നിഷ്കളങ്കരായ ഞങ്ങൾ പറ്റിച്ചു. ഇനി ഒരു 64 കിലോമീറ്ററും കൂടി മുമ്പോട്ട് പോയാലാണ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു. അതും നോക്കി ഞങ്ങൾ പോയി. പക്ഷെ അത്രയും ദൂരം തന്നെ ഞങ്ങൾ അതിനേക്കാൾ സ്പീഡിൽ തിരിച്ചു വരേണ്ടി വന്നു. പക്ഷേ ഞങ്ങൾക്കതിലൊന്നും വിഷമല്ല കേട്ടോ. എനിക്ക് അഭിനയിക്കാറില്ല, അറിയാം. കിട്ടിയ സ്ഥലത്ത് വന്നിട്ടുണ്ട് ഗൈസ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളും ഞെട്ടും ഞങ്ങളും ഞെട്ടും. ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്ന് മാത്രം ഒരു പിടുത്തല്ല. മിക്കവാറും ഒന്നിലെ കർണാടകക്കാർ കൂട്ടിട്ടടിക്കും, അല്ലെങ്കിൽ സാധനം കണ്ടിട്ട് നമ്മൾ തിരിച്ചു വരും. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഈ റോഡ് പോകുന്നത് ഒരുപാട് വീടിന്റെ ഇടയിൽ കൂടെ ഉള്ള ഒരു വഴിയാണ് ഈ റോഡ്. അതിലേ പോയി കഴിഞ്ഞാൽ വീട്ടിൽ അവിടെ ഒരുപാട് കുട്ടികൾ ആൾക്കാരൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിള്ളേര് നമ്മുടെ നേരെ കൈയൊക്കെ കാണിക്കും വണ്ടിയുടെ നേരെ, പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. പൈസ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ പിന്നെ മൈൻഡ് ചെയ്യാതെ വന്നുകൊണ്ട് ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. പക്ഷെ ഇവിടേക്ക് അങ്ങ് എത്തിക്കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് കേട്ടോ. പിന്നെ ഞങ്ങളൊരു വൈകുന്നേര സമയത്ത് അവിടെ എത്തിയോണ്ടാണോ എന്നറിയില്ല, വലിയൊരു തിരക്കില്ല. സാധാരണ നല്ല തിരക്കുണ്ട് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് വൈകുന്നേരമാണ് കുറച്ചുകൂടെ ഒരു അടിപൊളി. കുറച്ച് വെയിലൊക്കെ പോയി തുടങ്ങുന്ന ഒരു ടൈമിൽ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. പക്ഷെ വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റും തോന്നുന്നില്ല. ഇന്നലെയൊക്കെ പോയപ്പോൾ കുറച്ച് മഴക്കാറൊക്കെ ഉള്ളത് കൊണ്ടാണോ എന്നും അറിയില്ല, വീഡിയോ ഒന്നും നമുക്കത്ര വൃത്തിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ നിൽക്കാൻ നല്ല രസമായിരുന്നു. പിന്നെ ഇവിടെ കാണുന്നത് ഫൈബർ ബോട്ടുകളാണ് കേട്ടോ. ഫൈബർ ബോട്ടുകളുണ്ട്, പിന്നെ ഈ കൊട്ടത്തോണി പോലത്തെ ഈ ഫൈബറിൻ്റെ ഇതുണ്ട്. ഈ ഫൈബർ ബോട്ടുകളിൽ ഇവർ ബൈക്കൊക്കെ കയറ്റിയിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. ഇവിടെ നിന്നൊക്കെയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ഞെട്ടലിൻ്റെ തുടക്കം. കാരണം നമ്മളിതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല പോകുന്നത്. ഞാൻ കണ്ട വീഡിയോയിലൊന്നും ഇത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. ഇനി വീഡിയോ മൊത്തം കാണാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയൂല. പിന്നെ ഞങ്ങൾ ആ ഫൈബർ ബോട്ട് അടുത്ത് പോയി കണ്ടു കേട്ടോ. ഒരെണ്ണം മാത്രമാണ് അപ്പുറത്തേക്ക് പോകുന്നുണ്ട്, ബാക്കിയെല്ലാം ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടേക്കാണ് കേട്ടോ. ഇതിൽ സോളാറിൽ വർക്ക് ചെയ്യുന്ന CCTV എല്ലാം ഉണ്ട്. പിന്നെ ഇതെല്ലാം ചിലപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് ഇതിൻ്റെ ആളുകളെല്ലാം പോയതാണോ എന്നും അറിയില്ല കേട്ടോ. നിലവിൽ ഞങ്ങൾ ഒരു ബോട്ടിലാണ് ബൈക്ക് കയറ്റി അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന കണ്ടത്. ഇവർ കുറച്ച് നേരത്തെ കുറച്ച് ആളുകളെ അപ്പുറത്ത് കൊണ്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനെങ്ങനെയാ ചാർജ് എന്താ എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല, നമ്മൾ ചോദിച്ചിട്ടുമില്ല കേട്ടോ. ശരിക്കും വളരെ മെല്ലെ ആട്ടോ പോകുന്നത്. ഇത് 5X ഇട്ടിട്ടാണ് ഇത്രയെങ്കിലും സ്പീഡിൽ പോകുന്നതാണ്, അല്ലെങ്കിൽ ഇത് ഭയങ്കര മെല്ലെയാണ് പോകുന്നത്. ആ ബോട്ടെല്ലാം കണ്ടു കഴിഞ്ഞ് പിന്നെ ഞങ്ങളെ കുറച്ച് നേരം അതിലെ വണ്ടിയെല്ലാം ഓടിച്ചു കേട്ടോ. ഇത് ഒരുപാട് ദൂരം നീണ്ടു കിടക്കുന്ന ഗ്രൗണ്ട് പോലത്തെ സ്ഥലമായതുകൊണ്ട് നടന്ന് കാണുന്നത് കുറച്ച് ടാസ്ക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ അതിലെല്ലാം വണ്ടി കൂടി പോയി അതിൻ്റെ മുക്കും മൂലയും എല്ലാം കണ്ട് പിന്നെ നമ്മൾ അപ്പുമോൻ അതിലെ കുറച്ച് നേരം വണ്ടിയെല്ലാം ഓടിച്ച് ഒരു 6:45 ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകാൻ തീരുമാനിച്ചു കേട്ടോ. ഇനി തൊട്ടാണ് ട്വിസ്റ്റ് തുടങ്ങുന്നത്. അതായത് വഴി ഭയങ്കര മോശമായത് കൊണ്ട് കുറച്ച് സമയം എടുത്ത് തന്നെയാണ് ഞങ്ങൾ മെയിൻ റോഡിലേക്ക് എത്തിയത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വീടുകൾ. ഇതിൻ്റെ ഇടയിൽ കൂടിയാണ് ആ വഴിയെല്ലാം ഉള്ളത്. കണ്ടോ, ഈ കുട്ടികളെല്ലാം നമ്മളെടുത്ത് പൈസയ്ക്ക് വേണ്ടിയിട്ടാട്ടോ. പിന്നെ അപ്പുമോനെ അവിടെ ഇറങ്ങിയിട്ട് 4 ടയർ ഉണ്ടോ എന്ന് നോക്കുന്നുണ്ടായിരുന്നു. കാരണം ഇത് മേമയുടെ വണ്ടി ആയതുകൊണ്ടും ഞങ്ങളതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഓടിച്ചതുകൊണ്ടും അപ്പുമോൻ അതൊന്നും ഡ്രിഫ്റ്റ് ചെയ്യാത്തതുകൊണ്ടും ടയറിന് കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാവില്ല. എന്നാലും വല്ല ചെളി എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് ഇറങ്ങി നോക്കുകയായിരുന്നു കേട്ടോ ചെയ്തത്. കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് കയറിയാൽ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കാട്ടിലേക്ക് കയറും. അവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലേക്ക് എത്തായിരുന്നു. പക്ഷെ ഞങ്ങളൊരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള ചായക്കടയിൽ കയറി.
നമ്മളങ്ങനെ രക്ഷപ്പെട്ടു. ഒരു ചായ കുടിക്കാൻ കയറിയതാ. സംഭവം കാട് 6 മണിക്ക് അടച്ചു. ഇപ്പോൾ 7 മണി. ഇതായിരുന്നു ശരിക്കുള്ള ഞെട്ടൽ. കാട് 6 മണിക്ക് അടച്ചു. ഹായ് ഗായ്സ്, ഒരു ഭയവും കൂടാതെ അരിയും മണ്ണെണ്ണയൊക്കെ മുങ്ങിയിട്ടുണ്ട്. വട്ടിപ്പാളയ്ക്ക് പോവാണ്. ഇത് ബാംഗ്ലൂരാണ് ഞങ്ങളുടെ താവളല്ലേ. അപ്പൊ വഴി തെറ്റി ബാംഗ്ലൂർ വഴി കറക്കി വിട്ടിട്ടുണ്ട് ഗൂഗിൾ മാപ്പ്. അതായത് വട്ടത്തിലും നീളത്തിലും അതെ നമ്മളെ വലിപ്പിച്ച് നമ്മള് ശരിക്കും എത്ര 78 കിലോമീറ്റർ അപ്പുറത്തുള്ള ബാവലിക്ക് വന്ന് ഞങ്ങളിപ്പോ 200 കിലോമീറ്റർ ഇറങ്ങിയാലേ വീട്ടിലെത്തുള്ളൂ. ചെക്ക് പോസ്റ്റിന്റെ ചോട്ടിലിരുന്ന് ചായ കുടിച്ചു. അപ്പോഴും ഞങ്ങൾ അറിഞ്ഞില്ല ഈ പണ്ടാര അടയ്ക്കും എന്നുള്ള കാര്യം. അത് 6 മണിക്ക് കറക്റ്റ് ടൈം ആയപ്പോ ആയാ. പക്ഷെ ഞങ്ങൾക്ക് അപ്പുറം കിടക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞങ്ങൾ ബോണിക്കുപ്പയ്ക്ക് പോവാണ്. ബോണിക്കുപ്പ പോയിട്ട് അവിടുന്ന് മാപ്പിട്ടിട്ട് അവിടുന്ന് ഒരു 100 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ മാനന്തവാടിയോ അവിടെ എവിടെ എത്തും. പിന്നെ മാനന്തവാടിയിൽ നിന്ന് കുറച്ചും കൂടി സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഒരു 10 എത്ര കിലോമീറ്റർ ഉണ്ടാവും? അവിടെ 48 ഉണ്ടാവോ? എങ്ങനെയാണെങ്കിലും 3 മണിക്ക് വന്നാൽ ഞങ്ങളിപ്പോ രാവിലെ 3 മണിക്ക് വീട്ടിലെത്തുള്ളൂ. കണ്ടു കഴിഞ്ഞാൽ നിങ്ങളും ഞെട്ടും ഞങ്ങളും ഞെട്ടും. ആ പറച്ചിൽ ശരിക്കും അറം പറ്റിട്ടോ. അവിടെ നിന്ന് പിന്നെ നേരെ ഗോണിക്കൊപ്പം വന്ന് ഭക്ഷണം എല്ലാം കഴിച്ച് പോകാൻ തീരുമാനിച്ചു. ഞെട്ടലോ എന്തുണ്ടായാലും ശരി, ഭക്ഷണമാണ് പ്രധാനം. ഫുഡ് വിട്ടൊരു പരിപാടിയില്ല. രാവിലെ ട്രിപ്പിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഈ സ്ഥലത്തു നിന്നാണ്. ഇതൊരു വൃത്തികെട്ട കാടാണ്. പോരാത്തതിന് റോഡിനും വീതിയില്ല. പിന്നെ ബേക്കിലോ മുമ്പിലോ ഒരു വണ്ടി പോലും ഇല്ല. നമ്മൾ മാത്രമേ ഉള്ളൂ തോന്നുന്നു അല്ലേ? പേടിച്ചിട്ടേ അപ്പോൾ പല കോമഡികളും വരുന്നുണ്ട്. പിന്നെ ഞങ്ങളിപ്പോൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രീരാഗ് പറഞ്ഞൊരു ഭയങ്കര ബുദ്ധിയാണ്. കാട്ടിലെ റോഡ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൻറ്റർ പിടിച്ച് ഓടിക്കുക. സെൻറ്റർ പിടിച്ച് ഓടിക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ ഏത് സൈഡിലേക്ക് വേണമെങ്കിലും പെട്ടെന്ന് വളയ്ക്കാം. ഒരു സൈഡിൽ കൂടി പോകുമ്പോഴുള്ള പ്രശ്നം പെട്ടെന്ന് നമുക്ക് സൈഡിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എങ്ങോട്ട് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. ഇപ്പോഴാണ് എത്ര നേരത്തിനിടയ്ക്ക് ഒരു വണ്ടി കാണുന്നത്. ആ ഞെട്ടൽ മാറാതെ ഞങ്ങൾ ഒരുവിധം കാട്ടിക്കുളത്തെത്തി. പിന്നെ കുറച്ചു നേരം കാട്ടിക്കുളത്ത് വണ്ടിയൊക്കെ നിർത്തിയിട്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ വള്ളിയൂർക്കാവുന്ന് ആ പാലെല്ലാം കണ്ടിട്ട് പോകാമെന്ന് തീരുമാനിച്ചു. എന്താണെങ്കിലും ഇത്ര വൈകി. ഇപ്പം നേരത്തെ വീട്ടിൽ പോയിട്ട് ഒരു കാര്യമല്ല. കാരണം അമ്മേനെ വിളിച്ചപ്പോൾ വാതിൽ തുറന്നു തരില്ലാന്ന് അമ്മ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വൈകിപ്പോയാലും വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെ പറയാൻ കാരണം ഞങ്ങൾ അപ്പുമോൻ്റെ അളിയൻ്റെ വീട്ടിൽ തേങ്ങ കൊടുക്കാൻ പോയവരാണ്. വൈകുന്നേരം ഒരു 3 മണിയൊക്കെ ആയപ്പോൾ തേങ്ങ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അളിയൻ്റെ വീട്ടിൽ പോയി. അവിടുന്ന് തീരുമാനിച്ചതാണ് മാനന്തവാടി പോവാന്ന്. മാനന്തവാടിയും കഴിഞ്ഞ് കർണാടക എത്തി. പിന്നെ വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ ചെക്ക് പോസ്റ്റ് അടച്ചിട്ട് ഞങ്ങൾ രാവിലെ എത്തുള്ളൂ എന്ന് പറഞ്ഞേ. അപ്പോൾ പിന്നെ വാതിൽ തുറന്ന് തന്നില്ലെങ്കിൽ അത്ഭുതമൊന്നുമില്ലല്ലോ. അങ്ങനെ വീഡിയോ ഇവിടെ